മമ്മിയേ ഇന്നെന്താ പരിപാടി ബർത്ത്ഡേ ആയിട്ട്? ശരി, എന്ത് പായസം ഉണ്ടാക്കണേ? ചട്ടി അടുപ്പേ വെച്ചു. നെയ്യ് 2 സ്പൂൺ നെയ്യ്. ചൂടാവുമ്പോൾ നമുക്ക് പാലൊഴിക്കാം. ചൂടായിട്ടുണ്ട്. പാല് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ അട അതിനുള്ളിലോട്ട് ഇടുക. ഇനി നമുക്ക് അടയ്ക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് വറ്റി കഴിയുമ്പോൾ നമുക്ക് ശർക്കര ഒഴിക്കാം. ഇപ്പോൾ മക്കളെ കറക്റ്റ് സമയത്ത് നമുക്ക് കറണ്ട് പണി തന്നിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയിട്ടുണ്ട്, എന്നാലും നമ്മൾ മൊബൈൽ വെട്ടത്തിലാണ് എടുക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ടോ അമ്മയെ? അല്ല, കുറച്ച് ഇത് നന്നായി വറ്റണം. നന്നായി വറ്റിയെങ്കിൽ മാത്രമേ ശർക്കര ഒഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പാകത്തിന് വെന്ത് ആണോ? നമുക്കിതേ ഏതായാലും തിളച്ച് വറ്റട്ടെ. അപ്പോൾ നമ്മളെ പാലും അടയൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതാ കണ്ടപ്പോൾ ഇനി അടുത്ത് ശർക്കര ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി വറ്റിക്കണം അല്ലേ അമ്മി? ഇനിയാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ കിടക്കണത്. നമ്മൾ പറയില്ലേ ഇളക്കിക്കോ അല്ലേ അമ്മിയെ? നല്ലോണം കുറുകി വറ്റണം അല്ലേ? നല്ല വറ്റണം അല്ലേ? ശരിക്കും കൊള്ളാം. അപ്പം അത് ശർക്കരയൊക്കെ പിടിച്ച് നല്ലോണം വറ്റി വരട്ടെ. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇനി എന്താ മമ്മി നമ്മൾ ചെയ്യണത്? ഇനി 2ാം പാൽ ഒഴിക്കുക. ഒരു തേങ്ങയുടെ ആദ്യ പാല് പിഴിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ട് 2ാം പാൽ ഒഴിക്കുക. പിന്നെ ഇത് വറ്റി വരും. അപ്പം അടുത്ത ഇളക്കിക്കോ അല്ലേ? ഇപ്പം നമ്മുടെ 2ാം പാല് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2ാം പാലൊക്കെ ചേർത്ത് അത് വറ്റി തരണം. അത് വറ്റി വന്നിട്ട് എന്താ നമ്മൾ ചെയ്യണേ? ഇനി നമുക്ക് പശുപാൽ ഒഴിക്കണം. പശുപാല് ഇനിയാണ് പ്രോസസ്സ്. ഇത് വറ്റി വരുമ്പോൾ പശുപാൽ ഒഴിക്കുക. പശുപാൽ ഒഴിച്ച് അതിൻ്റെ ബാക്കി പിന്നെ. അപ്പോൾ നമുക്കിത് വറ്റി വരാം. നല്ലോണം തിളച്ച് നല്ലോണം കുറുക്കി നേരത്തെ ശർക്കര ആയ മാതിരി ശർക്കര തിളച്ച് വറ്റിയത് മാതിരി നമുക്ക് ഇതും കൂടി വറ്റിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ 2ാം പാല് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി എന്താ മമ്മി അടുത്ത പരിപാടി? ഇനി പശുപാൽ ഒഴിക്കുക. പശുപാല് എന്നാ ഒഴിക്കാം. ഞാൻ ഒഴിക്കണല്ലേ? പിന്നെ അല്ലാതെ അയ്യോ പതിയെ. അല്ല, നീ ഇത് പിടി, ഞാൻ ഒഴിക്കാം.
പതിയെ പതിയെ. നമ്മുടെ പായസം അടിപൊളിയാക്കണം. പിന്നല്ലാണ്ട് മമ്മിയല്ലേ ഉണ്ടാക്കണം, അതുകൊണ്ട് ധൈര്യമായിട്ട് റെഡി ആയിക്കോളും. ഇനി എന്താ പരിപാടി? ഇനി ഇതൊന്ന് തിളച്ച് വേകട്ടെ. എന്നിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. ചെറിയ പരിപാടിയുള്ളൂ, ഒരു ചെറിയ പരിപാടിയും കൂടെ ഉള്ളൂ. സീക്രട്ട്. അത് ലാസ്റ്റ്. അപ്പം നമുക്കിത് തിളക്കട്ടെ. അപ്പോൾ ഇത് ഏലക്കായും ജീരകവും പൊടിച്ചതാണ്. അത് തേങ്ങയുടെ 1-ാം പാലിലേക്ക് ഇടുക. എന്നിട്ട് ഇതിനകത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് അതിനകത്തോട്ട് ഇടുക. കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഒഴിച്ച് ഇനി ഒരു സാധനം കൂടി. അതാണോ മമ്മിയുടെ സീക്രട്ട്? ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്ക്കകത്ത് വറുത്തത്, അതുകൂടി ഇടാം. അപ്പൊ കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. സീക്രട്ട് ഇതുവരെ ഇട്ടിട്ടില്ലേ അല്ലേ? ഇതാണ് അത്. ഓ, മിൽക്ക് മെയ്ഡോ? ഓഹോ. അതും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പൊ നമ്മുടെ പായസം റെഡി. ഇന്നത്തെ സ്പെഷ്യൽ പായസം അല്ലേ? ബർത്ത്ഡേക്കാരന്റെ പായസം. എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ടല്ലേ അമ്മിയെ? റെഡി. അപ്പോൾ ഇനി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് എന്താ മിസ് ചെയ്യണ്ടേ? സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരി. ടാറ്റാ.